ഹലോ മുത്തുമണീസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് അറിയോ? അടിപൊളി ഒരു മത്തൻ പായസം ഉണ്ടാക്കാൻ പോണത്. അപ്പൊ മത്തൻ പായസം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ആദ്യം നമ്മൾ മത്തനൊക്കെ നുറുക്കി വെച്ചിട്ട് നമുക്ക് കുക്കറിൽ ഇട്ടുകൊണ്ട് നന്നായിട്ടൊന്ന് 2-3 വിസിൽ അടിച്ചെടുക്കാം. അപ്പൊ നമ്മളെ മത്തൻ പായസത്തേക്ക് അടുത്ത സാധനം നമ്മൾ ഉണ്ടാക്കട്ടോ. ആദ്യം വെള്ളം നല്ലോണം തിളച്ച വെള്ളത്തേക്ക് അരിപ്പൊടി ഇല്ലേ, പത്തിരിപ്പൊടി, അത് ലേശം ഇട്ടുകൊണ്ട് നമുക്ക് ലേശം പത്തിരിന്റെ മാവ് പോലെ ഉണ്ടാക്കണം. ഇതേപോലെ നമ്മൾ മാവ് ഇങ്ങനെ ഉരുട്ടിയെടുത്തുങ്ങാണ്ട് ഇത് ചെറിയ ചെറിയ പീസുകളാക്കണം. ഇങ്ങനെ ഇതേ ലെവലില് ഇത് മൊത്തത്തിൽ നമുക്ക് എല്ലാം ആക്കിയെടുക്കണം അതേപോലെ കേട്ടോ. നമ്മളെ മത്തനൊക്കെ ഇതാക്കണേ നന്നായി ഉടഞ്ഞ് നല്ല വെന്ത് ഉഷാറായിട്ടുണ്ട്. അത് നന്നായിട്ട് ഉടച്ചെടുക്കാം നമുക്ക്. ഇത് ഉടച്ചതിന് ശേഷം നമ്മൾ ഏകദേശം ഒരു 3/4 കിലോ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ പാല് ഒക്കെ ഒഴിച്ചെടുക്കാം. ഇങ്ങനെ ഇളക്കി മറച്ചെടുക്കാം. അടുത്തത് 2 തേങ്ങ ചിരകിയതുണ്ട്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. 2 തേങ്ങ ചിരകിയിട്ടുണ്ടാവും. ഇതാണ് നമ്മൾ നേരത്തെ മാവോണ്ട് ഉണ്ടാക്കിയത് കേട്ടോ. അതേപോലെ ചെറിയ ചെറിയ പീസുകളാക്കിയാണ്ട് ഇങ്ങനെ ഉണ്ടാക്കി ഇത് അയക്ക് ഇട്ട് കൊടുക്കാം. നല്ലതാണ് മത്തൻ പായസത്തേക്ക്. അപ്പൊ നമുക്ക് ഇത് അയക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളെ സാധനങ്ങളൊക്കെ റെഡി ആയിക്കണേ. ഇനി ഇതിലേക്ക് ഇടാൻ പോണ എന്താണ്? പട്ട, ഏലക്കായ്, ചെറിയ ജീരകം, ഇത് 3ഉം കൂടെ പൊടിച്ചത് ലേശിട്ട് കൊടുക്കാം നമുക്ക്. ഇത് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിട്ട്. ഇനി ഇതൊന്ന് സിമ്മിലിട്ടാണ്ട് വേവിച്ചെടുക്കാം. നമുക്ക് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോ നമ്മള് അടുപ്പത്ത് വെച്ച് ഇത് നന്നായിട്ട് ഒന്ന് ചെറുതായിട്ട് തള വന്നാൽ മതി. നമുക്ക് സാധനം റെഡിയായി. എന്നിട്ട് ഇതിൽ വറവിടാം. നമുക്ക് നമ്മളെ മത്തൻ പായസം തിളച്ച് വരുമ്പോ തന്നെ നമുക്ക് നട്ടാ അതൊരു വറവിടാം. നമുക്ക് കുറച്ച് നെയ്യ് വെച്ചെടുത്തിട്ടുണ്ട്, കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടെടുത്തിട്ടുണ്ട്, കുറച്ച് മുന്തിരി ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മളെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കത് നമ്മളെ മത്തൻ പായസം തട്ടിക്കൊടുക്കാം. നമ്മൾ എന്ത് ഭക്ഷണം ഉണ്ടാക്കണമെങ്കിലും ഒരു ലേശം ഉപ്പിട്ട് കൊടുക്കണം, നല്ലതാ. ഏത് മധുരമാണ്. അപ്പൊ നമ്മൾ മത്തന്റെ പായസത്തിക്ക് നമ്മൾ ലേശം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ മത്തൻ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആ സാധനം ഉപയോഗിച്ച് ഞങ്ങൾ ഉണ്ടാക്കിയത് ഒരു അടിപൊളി മത്തൻ പായസം. ഇതേപോലെ മത്തൻ പായസം നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കോണ്ടി. ഇതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കോണ്ടി. എന്നിട്ട് അതിന്റെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യോണ്ടി. പിന്നെ ഞങ്ങളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാല് ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോണ്ടി.